നമസ്കാരം. ശബരിമലയിൽ സ്വർണം പാളിയത് എങ്ങനെ? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സ്വർണമാണെന്ന് പറഞ്ഞ് ചെമ്പ് സമർപ്പിച്ച് ആദ്യം മല്ലയ്യ ചതിച്ചു. പിന്നെ അത് ഇളക്കിക്കൊണ്ടുപോയി നാടാകെ പ്രദർശിപ്പിച്ച് കാശടിച്ച പോറ്റിയും ചതിച്ചു. പറ്റിക്കപ്പെടാൻ അയ്യപ്പൻ്റെ ജന്മം ഇനിയും ബാക്കി. പോറ്റി ഒറ്റയ്ക്കാണോ അതോ മറ്റേതെങ്കിലും അമ്പോറ്റിമാർ പിന്നിലുണ്ടോ എന്നെല്ലാം അന്വേഷണത്തിൽ തെളിയാനുണ്ട്. എന്തായാലും സ്വർണ്ണ കള്ളക്കടത്തിനു ശേഷം മറ്റൊരു സ്വർണ്ണ കൊള്ള രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. ഏതായാലും ഞാനിതിന്റെ മാറ്റം നിറച്ചു നോക്കട്ടെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യ, ഇതിനകത്ത് ചെമ്പ് 10 പവൻ പോയിട്ട് 1/4 പവൻ സ്വർണ്ണം ഇതിലില്ല. ഇത് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റാണ്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ ഇത് കണ്ടുപിടിച്ച് ഇത് പരിശോധനയിൽ ഇത് വ്യക്തമായതാണ്. അത് മൂടി വെച്ചത് ആരാണ്? ഇനി നീ എങ്ങാനും അപ്പൊ കൃത്യമാണ് ശബരിമലയുടെ സ്വർണം കവർച്ച ചെയ്തു. അപ്പോൾ അടിയന്തരമായി അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി നടപടിയെടുക്കണം, കേസെടുക്കണം, ഗൗരവതരമായ അന്വേഷണം നടക്കണം. ഇതെല്ലാം കോടതിയുടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾക്കതിൽ ഒന്നും ഒളിക്കാനുമില്ല, ഒന്നും മറയ്ക്കാനുമില്ല. സ്വർണം കട്ട സംഭവം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കപട ഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഉള്ളതിൻ്റെ ഒരു ദുരന്തമാണ് അയ്യപ്പന് പോലും അനുഭവിക്കേണ്ടി വന്നത്. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. എന്താണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡും ഇതിന് മറുപടി പറയണം. ഈ 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. ഈ വിലപിടിപ്പുള്ള 42 കിലോ സ്വർണം അടങ്ങുന്ന വസ്തുക്കൾ എങ്ങനെ മദ്രാസിൽ കൊണ്ടുപോയി, ചെന്നൈയിൽ കൊണ്ടുപോയി? അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ 38 കിലോയേ ഉള്ളൂ. ബാക്കി സ്വർണം ആരടിച്ചു മാറ്റി? എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴിച്ച് താഴോട്ട് പോയാ 2 മന്ത്രിമാർ, 2019 മുതലുള്ള 2 ദേവസ്വം മന്ത്രിമാർ ഇതിന് മറുപടി ഉത്തരവാദികളാണ്. മറുപടി പറയണം. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ഇത്രയും ഭീകരമായിട്ടുള്ള ദേവസ്വം സ്വത്തിൻ്റെ കൊള്ള നടന്നിട്ട് അതിനെതിരെ ഒന്നും മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേറൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് തന്നെയല്ലേ? സ്വർണ്ണക്കടത്തിന്റെ മറ്റൊരു വേർഷൻ. നീ ആർക്കിട്ടാ വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണ്ട. കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ കയ്യിലാണ്. തിരികെ കൊണ്ടുവരുന്നതിന് മുമ്പ് പോറ്റി സ്വന്തം നിലയിൽ വാതിൽപ്പാളി ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ കൊണ്ടുപോയി നടന്ന് പ്രദർശിപ്പിച്ച് പൂജ നടത്തി കാശുമുണ്ടാക്കി. ഇതിലെവിടെയോ സ്വർണം ചോരുകയും ചെയ്തു. ഒന്നിനും ഒരു കണക്കുമില്ല സന്നിധാനത്ത്. ഉള്ളത് ചൊല്ലാൻ മടിയന്തേ ഉണ്ണികൃഷ്ണ, സൂത്രത്തിൽ വെണ്ണ കവർന്നിട്ടറിയാ ഭാവം കാട്ടേണ്ട. ഇനിയും നിൻ വേഷം വേണ്ട, ഇനിയും നിൻ മായം വേണ്ട, വെറുതെ നീ മണ്ണും ചാരി പാവത്താനായി നിൽക്കണ്ട. ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എൻ്റെ പക്ഷം, എൻ്റെ ഭാഗം ശരിയോ തെറ്റോ കോടതി തീരുമാനിക്കും. അയ്യ, അത് നല്ല വിചാരമായിപ്പോയി. ഇവൻ ശരിയല്ല.
ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാടോ പണം? അതെല്ലാം നമുക്കുള്ളതാ. പക്ഷെ ചുമ്മാ കൈയിട്ട് വരാൻ ഒക്കില്ല. ബുദ്ധി ഉപയോഗിക്കണം, പലരുടെയും കണ്ണ് കെട്ടണം. ഒരു പോറ്റിയുടെ ഭാര്യ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പോറ്റി ആരുടെ ബിനാമിയാണ്? എന്തെല്ലാമാണ് ആ നിഗൂഢ സംഘം ചെയ്തത്? ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. ഇനിയും നിൻവേഷം വേണ്ട, ഇനിയും നിന്മായം വേണ്ട, വെറുതെ നീ മണ്ണും ചാരി പാവത്താനായി നിൽക്കണ്ട. എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോൺഗ്രസിൽ നിന്ന് വന്ന PS പ്രശാന്ത് പരമഭക്തനാണ്. പോറ്റിക്ക് കൂട്ടുനിന്നതും കുടപിടിച്ചതും ആരെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം, 2025 വരെയും നടക്കട്ടെ. അതിപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 30 കൊല്ലത്തേക്കുള്ള അന്വേഷണം പറയണം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട്. ഇങ്ങനെ ചാങ്കി കുത്തറ വർത്തമാനം പറയരുത് പിള്ളേച്ചാ. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അറിയോ, ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട്, സർക്കാരും ചെയ്തിട്ടുണ്ട്. എന്തുവാണത്? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. കഷ്ടാലാണെന്ന് തോന്നുന്നു സാറേ. ഇതിനകത്ത് കേരള സമൂഹത്തിന് മറുപടി കിട്ടിയേ പറ്റൂ. മുഖ്യമന്ത്രി വാ തുറന്നേ പറ്റൂ ഇക്കാര്യത്തിൽ. താനേ എനിക്ക് മനസ്സിലായി. ഭക്തജനങ്ങളല്ലാത്ത ആളുകൾ ദേവസ്വം ഭരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഇത് കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, ആ കാര്യവും കൃത്യമായി വിജിലൻസ് അന്വേഷിച്ച് അതും പുറത്തു വരും, വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. കള്ളനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചാൽ മതിയാകുമോ? കളവ് നടത്തിയ ആളുകളെ തന്നെ അന്വേഷണത്തിന് ഏൽപ്പിക്കുകയാണ്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റില്ല. സാക്ഷാൽ CD തന്നെ വരണം. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് മതിയാവുകയില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലൂടെ സമഗ്ര അന്വേഷണം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുണ്ടാകണം. ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന്. 2019 മുതലാണ് സംഭവം എന്നറിയുമ്പോൾ മുൻ പ്രസിഡന്റുമാരെല്ലാം തലയിൽ പൂട തപ്പാൻ ഇറങ്ങി. എല്ലാം മാനുവൽ അനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്ന അനന്തഗോപന്റെ പ്രതികരണത്തിൽ മുൻഗാമികൾക്കുള്ള കുത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യമുണ്ടേ? മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ നിൽക്കണ പ്രസിഡന്റ്. നിന്നേക്കാൾ മുമ്പേ നിൽക്കണ പ്രസിഡന്റാണ് ഞാൻ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഞാനിതിൻ്റെ തീരുമാനമെടുക്കുമ്പോഴും അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കുമ്പോഴും 150% ആ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരു നിലപാട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ദേവസ്വം മാനുവലിൽ 14 ചാപ്റ്ററിൽ 38-ാം റൂള് പറയുന്നത് ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അതിന് കൂട്ടുന്ന SI ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. അത് നടപ്പിലാക്കിയിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ? അന്വേഷണത്തിൽ തെളിയട്ടെ. ഞാനിപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും കുറ്റപ്പെടുത്താനില്ല. ഉദ്യോഗസ്ഥന്മാരിനെയും പോയിട്ടുണ്ടോ, കൂടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എനിക്കെങ്ങനെ പറയാൻ പറ്റുന്നത്? 7 വർഷം മുമ്പ് നടന്ന കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അന്വേഷിക്കട്ടെ. നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായി ചെയ്താൽ അത് ചട്ടവിരുദ്ധമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എല്ലാ മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണോ അവിടെ നടന്നിട്ടുള്ളതെന്ന് പരിശോധിക്കണ്ടേ? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അധികാരവും പോയി. പാർട്ടി സംഘടനാ രംഗത്തും സജീവമല്ലാത്ത മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ ബോറടിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം വീണു കിട്ടിയത്. തൻ്റെ കാലത്ത് ഒരു പാളിയും ആരും കൊണ്ടുപോയിട്ടില്ലെന്നും കൊണ്ടുപോവില്ലെന്നുമാണ് സുധാകര സഖാവിൻ്റെ ഉറപ്പ്. അന്ന് വകുപ്പെടുത്ത് കടന്നപ്പള്ളിക്ക് കൊടുത്തത് മുതൽ തുടങ്ങിയതാണ് ശബരിമലയെ ചൊല്ലിയുള്ള ഈ വിവാദങ്ങൾ. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കലയും ശാസ്ത്രമാണ്. എല്ലാറ്റിനും മീതെയാണ് രാഷ്ട്രീയം. അയ്യപ്പനെ പോലെ സുരക്ഷിതമായി വെക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മുന്നിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെ. രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണമല്ലേ അയ്യപ്പനെ എന്നേ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. എന്തേ എൻ്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പോൾ വലിയ കാര്യത്തെ ഓരോന്ന് പറയുന്നല്ലോ. അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. അന്ന് രേടാ കൂടെ ഉണ്ടായില്ല. ഞാൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ആർക്ക് കൊടുത്തു? കടന്നപ്പള്ളിക്ക് കൊടുത്തു. 3-ാം മാസം 300 പേര് മരിച്ചു ഉൾമേട്ടിൽ. നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. പമ്പയിലെ പുണ്യഭൂമിയിൽ ദേവസ്വം ബോർഡ് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ആള് കുറഞ്ഞെന്നൊക്കെ രാഷ്ട്രീയ എതിരാളികൾ പരിഹസിച്ചെങ്കിലും ശരിക്കും ആളെ കൂട്ടിയ സംഗമമാണ് അവിടെ നടന്നത്. പിണങ്ങി നിന്ന NSSും SNDPയും KPMSും എന്നു വേണ്ട സകല സാമുദായിക സംഘടനകളും അവിടെ എത്തി സർക്കാരിന് കൈകൊടുത്തു. ബോർഡ് പ്രസിഡന്റ് കൊടുത്ത അയ്യപ്പ വിഗ്രഹം ഭക്തിപൂർവ്വം മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയതോടെ അനിഷ്ടങ്ങളെല്ലാം ഒഴിഞ്ഞു. പലരുമായുള്ള രാഷ്ട്രീയ ദൂരം കുറഞ്ഞു. സമദൂരം എന്നൊക്കെ പറഞ്ഞിരുന്നവർ ശരിദൂരം കാട്ടിത്തുടങ്ങി. വാരസ്യാരെ, ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഗവൺമെൻറ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആയിക്കോട്ടെ. നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറയിലുണ്ടാവും. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എടുത്ത നിലപാട് സമദൂരമാണ്, അതിൽ മാറ്റമില്ല. അവിടെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇപ്പോഴും NSS സമദൂരത്തിലാണ്, സമദൂര സിദ്ധാന്തം കൈവെടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സമദൂരത്തിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ? ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. പ്രഭാകരാ, പതുക്കെ. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. നിനക്കിന്തു മുതൽ പുറംപടി. സമദൂരമെന്നും ശരിദൂരമെന്നും തരാതരം പോലെ പറഞ്ഞ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പുറത്തെടുക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പലപ്പോഴും UDFനാണ് ഗുണം ചെയ്യുക. ഇപ്പോഴുള്ള NSS ദൂരത്തിൽ ബേജാറായതും UDF ആണെന്ന് മാത്രം. ശരിദൂരമുണ്ട്. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ആ ശരിദൂരം പറഞ്ഞാൽ എന്താണ്? അതായത് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്. മനസ്സിലായില്ല. ഇപ്പോൾ ഇടതുപക്ഷം ഒരു നല്ല കാര്യം പറഞ്ഞു ചെയ്തു വരുമ്പോൾ ആ പോയിന്റിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതാണ് ശരിദൂരം. ഇടതുപക്ഷമോ UDFോ തെറ്റ് ചെയ്താലും പോയിന്റ് ഔട്ട് ചെയ്യും, അതാണ് ശരിദൂരം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഇടതുപക്ഷം ഒരു തെറ്റ് തിരുത്തി ഒരു ശരി ചെയ്യുന്നു എന്ന് ബോധ്യമായപ്പോൾ സമദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ ശരിദൂരം കണ്ടു. ശരിദൂരമുണ്ട്. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. NSSന്റെ നിലപാട് മാറ്റത്തിന് ശേഷം പെരുന്ന ചങ്ങനാശ്ശേരി ആസ്ഥാനത്തേക്ക് UDF നേതാക്കളുടെ തീർത്ഥാടനം തുടങ്ങിയിട്ടുണ്ട്. ക്ഷണമുണ്ടായിട്ട് പോകുന്നതൊന്നുമല്ല, NSSനെ അനുനയിപ്പിക്കുക എന്നതാണത്രേ ലക്ഷ്യം. ഞാനാരെയും വിളിച്ചില്ല. അല്ല, ഇങ്ങോട്ട് വരുമെന്ന് പോലെ പറഞ്ഞിട്ടുണ്ടോ? ഞാനാരെയും വിളിച്ചില്ല. വേണ്ട, ഗേറ്റ് തുറക്കരുത്, എന്റെ മുറ്റത്ത് കാലൂത്തരുത്. നമ്മൾ പോയി കണ്ടു, ഒരു ആശയവിനിമയം നടത്തി, അതെല്ലാം ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വരാന്ത കയറി പോരുത്, വരാന്ത കയറി കൊല്ലു ഞാൻ, എന്നെ പരിക്കാത്ത കയറുത്, ഇരിക്കരുത്,
വലിഞ്ഞു കയറി വരുന്നവർക്ക് ഇരിക്കാനുള്ള അല്ലേ കസേര. ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇന്നലെയും കണ്ടു എന്നുള്ളത് ശരിയാ, അത് ശരിയാ. നീ വീട്ടിലേക്ക് കയറരുതെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ കേറിയില്ലേ? ഇവിടെ വന്ന് ഇരിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇരുന്നില്ലേ? എന്തുകൊണ്ടാ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട്. യാതൊരു മാറ്റമില്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അകൽച്ച നിങ്ങൾ വ്യാഖ്യാനിച്ച് അകൽച്ച ഉണ്ടാക്കാതെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ലല്ലോ. വ്യാഖ്യാനിച്ച് എന്തിനാണ് അകൽച്ച ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. കോൺഗ്രസ് നേതാക്കൾ പെരുന്നയിൽ പോയി സമദൂരം അളക്കുന്നതിന് പാർട്ടിയുടെ അംഗീകാരമൊന്നുമില്ല. ആരെയും അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ദൂരം ഇനിയും കൂടാനാണ് സാധ്യത. കാരണം ഇത് വ്യക്തിപരമായ ദൂരം കൂടിയാണല്ലോ. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അല്ല, അതെല്ലാം അവർ നടത്തുന്ന വ്യക്തിപരമായ സന്ദർശനങ്ങളാണ്. ഈ UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSൻ്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. ഒരർത്ഥത്തിലും വിലക്കിയിട്ടില്ല. കാരണം അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഒരാൾ പോകുന്നതിന് തടസ്സമില്ല. അവരെല്ലാവരും നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായ സന്ദർശനം. മധ്യസ്ഥതയ്ക്ക് പലരും തയ്യാറാണ്. കാരണം രാഷ്ട്രീയ ദൂത് പോകുന്നത് തന്നെ ഒരു അവസരമാണല്ലോ, റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും. പക്ഷേ തല അനുവദിക്കാതെ വാൽ അനങ്ങുന്നത് എങ്ങനെ? എൻ്റെ പിതാവും സുകുമാരനാഥ് സാറുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം ഞാൻ ഈ അവസരം ഓർത്തെടുക്കുകയാണ്. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു തരുള്ളൂ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ എന്തെങ്കിലും ഒരു അകലമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മളെല്ലാം ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. വേണ്ട തലയിരിക്കുമ്പോ വാലാറണ്ട. സമുദായ സ്നേഹികൾ എന്ന പേരിൽ ചിലരൊക്കെ പ്രതിഷേധിച്ച് ഫ്ലക്സ് വയ്ക്കുകയോ കോലം കത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പത്തനാപുരത്തെ സമുദായ സ്നേഹി ഇപ്പോൾ LDFിലാണല്ലോ, ജനറൽ സെക്രട്ടറിക്ക് ഉറച്ച പിന്തുണയുമായി. എന്റെ അളിയനെ തൊട്ടവൻ ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലാടി പുല്ല്. ഏതോ ഒരു കുടുംബത്തിലെ 4 നായന്മാര് NSS രാജിവെച്ചു. അപ്പൊ ചോദിച്ചാൽ അവർക്ക് പോയി, അല്ല നമുക്കെന്താ? ഇപ്പൊ ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാര്, ഒരു കുടുംബത്തിലെ 4 നായന്മാര് NSS രാജിവെച്ചു എന്ന് TV-യിൽ എഴുതി കാണിച്ചാൽ അതിന്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSS രാജിവെക്കുമെന്നാണോ? അല്ല, അവർക്ക് എന്തോ ആവശ്യം. അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല. മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഈ പത്തനംതിട്ടയിലാണല്ലോ NSS-നെതിരായിട്ടുള്ള കേസുകളെല്ലാം. അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം. ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ NSS ജനറൽ സെക്രട്ടറിക്കായിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ, ഈ നായർ സർവീസ് സൊസൈറ്റിയെ, സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസ്ഥാനത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ, നീ എന്റെ മാനം കാത്തരാ മോനെ.